പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 കൊല്ലം കഴിഞ്ഞ് പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹ് നിനക്ക് പണം തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതരുത്, പരീക്ഷിക്കാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, 3 അള്ളാഹു അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തും, അവന്റെ കച്ചവടം നഷ്ടപ്പെടുത്തും, അവന് രോഗങ്ങൾ കൊടുക്കും, അവന്റെ മക്കളെ മരിപ്പിച്ചിട്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം മക്കളെ മരിപ്പിച്ചിട്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 മക്കളുടെ മയ്യത്താ ഖബറടക്കി. 7 മക്കളുടെ മയ്യത്താ ഖബറടക്കിയേ. നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇഷ്ടമില്ലാത്തതുണ്ടോ? ഇഷ്ടമില്ലാത്തത് കൊണ്ടോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ റുഖിയ ബീബി സുഖമില്ലാതെ കിടക്കുകയാ. തന്റെ പൊന്നുമോൾ റുഖിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, യുദ്ധത്തിന് വരണ്ട, റുഖിയാനെ നോക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ബദർ യുദ്ധം ജയിച്ചിട്ട് 313 സഹാബത്ത് അല്ലാഹുവേ ജയിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് വരികയാ. മസ്ജിദുൻ നബവിയിൽ വന്ന് നിസ്കരിച്ചു. മസ്ജിദുൻ നബവിയിൽ വന്ന് നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുന്നിൽ നിന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്ത് നിന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ കരയണേ? എന്തേ ആയിഷ കരയണേ? ചിരിക്കുന്ന മുഖത്തോടെ ചോദിച്ച പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, ജന്നത്തിൽ ബഖീയിലേക്കൊന്ന് ഓടിപ്പോ നബിയേ, ജന്നത്തിൽ ബഖീയിലേക്കൊന്ന് പോ നബിയേ. റുഖിയ ബീവിയുടെ മയ്യത്ത് ഖബറടക്കാൻ കൊണ്ടുപോയിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തിൽ ബഖീയിലേക്ക് ഓടി ചെല്ലുമ്പോൾ തന്റെ പൊന്നുമോളുടെ മയ്യത്ത് ഖബറിനകത്ത് വെച്ചിട്ട് മണ്ണിട്ടുകൊണ്ടിരിക്കുക. തന്റെ പൊന്നുമോളുടെ മയ്യത്തൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോളുടെ മയ്യത്തിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടു. 7 മക്കൾ, 1 2 അല്ല, 7 മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു നബിയെ പരീക്ഷിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത വേദനയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ലക്ഷദ്വീപിൽ വഅദിന് പോയപ്പോ ഒരു ഉസ്താദിനെ കണ്ടു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? എനിക്ക് പള്ളിയിൽ ജോലിയൊന്നുമില്ല ഉസ്താദെ, എനിക്ക് പള്ളിയിൽ ജോലിയൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിലാ. ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, അള്ളാഹു എനിക്ക് 9 മക്കളെ തന്നു, 9 മരിച്ചുപോയി. എന്നോട് പറയാ, എനിക്ക് അള്ളാഹു 9 മക്കളെ തന്നു, 9 മരിച്ചു ഉസ്താദ്. ഉസ്താദിന് പ്രായമായ മനുഷ്യൻ പറയാ, 9 മക്കളും മരിച്ചപ്പോ എൻ്റെ ഭാര്യയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. 9 മക്കളും മരിച്ചു പോയപ്പോ അല്ലാഹുവേ, ആ സഹോദരിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് റബ്ബേ വീടിനകത്ത് കിടന്ന് അല്ലാഹു വല്ലാത്തൊരവസ്ഥയാ. ഉസ്താദ് പറയും, എന്റെ ജോലി എന്റെ ഭാര്യയെ നോക്കല, ഇന്നെന്റെ ജോലി എന്റെ ഭാര്യയെ നോക്കല. ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം, എന്റെ ഭാര്യയുടെ ബോധം തിരിച്ചു കിട്ടാൻ. അല്ലാഹുവേ നീ ശിഫ നൽകണേ തമ്പുരാനെ, അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാനെ. നമ്മുടെ മക്കൾക്കൊരു പനി വന്നാൽ താങ്ങാൻ പറ്റൂ? എടപ്പാള് പ്രദേശത്തുള്ളൊരു സഹോദരൻ, ഞാൻ എൻ്റെ വൈഫിന്റെ ഉപ്പയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിവിട്ടു. രക്ഷപ്പെടുമെന്നൊരു വഴിയില്ല, 98% തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ സർജറിയാ. അവസാനം ഈ മനുഷ്യൻ അകത്തേക്ക് കയറ്റിവിട്ടിട്ട് ക്യാൻസർ സെന്ററിന്റെ ചാരത്തൊരു പള്ളിയുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയവർക്കറിയാം. അതിന്റെ പുറകിൽ പോയിട്ട് ഞാൻ അല്ലാഹുവേ ഒന്ന് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാമെന്ന് പറഞ്ഞ് ഒളുവെടുത്ത് പള്ളിക്കകത്ത് കയറുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ തന്റെ മടിയിൽ ഒരു 4 വയസ്സുകാരനെ വെച്ചിട്ടിരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. വാപ്പ കരയുന്നു, അതിനേക്കാളും ശബ്ദത്തിൽ മകൻ കരയുന്നു. ഉപ്പ കരയുന്നതിനേക്കാളും ശബ്ദത്തിൽ മകൻ കരയുന്നു. നിസ്കരിക്കാൻ കഴിയുന്നില്ല, കരച്ചലിന്റെ ശബ്ദം കൂടിയപ്പോ ഞാൻ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയണ? കുഞ്ഞു കിടന്ന് കരയണ കണ്ടില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യനപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, വിവാഹം കഴിഞ്ഞിട്ട് 11 കൊല്ലം മക്കളില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 11 കൊല്ലം എനിക്ക് മക്കളില്ലായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും 11 കൊല്ലം അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് റബ്ബെനിക്ക് തന്നതായി പൊന്നുമോനെ. ഡോക്ടർ പറയുന്നു, എൻ്റെ പൊന്നുമോൻ ഒരാഴ്ച കൂടെ ജീവിക്കൂ. ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, എൻ്റെ പൊന്നുമോൻ ഒരാഴ്ച കൂടെ ജീവിച്ചിരിക്കൂ. അവന് ക്യാൻസർ അവസ്ഥ, ബ്ലഡ് ക്യാൻസർ ആണ് എൻ്റെ പൊന്നുമോന്. അല്ലാഹുവേ, എൻ്റെ പൊന്നുമോന് വേദന സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ കിടന്ന് കരയുമ്പോൾ അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് പോലും ഉറങ്ങാൻ കഴിയണില്ല. രാവും പകലും കരച്ചല.
ഈ 4 വയസ്സുകാരനെ എടുത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് അള്ളാഹുവേ വാപ്പ ഇരുന്ന് കരയുകയാ. അവസാനം ആ മനുഷ്യൻ പറയുന്നു, ഉസ്താദെ കണ്ടിട്ട് സഹിക്കുന്നില്ല, എന്റെ പൊന്നുമോൻ എന്തായാലും ഒരാഴ്ച കൂടെ അവന്റെ ആന്തരിക അവയവങ്ങളൊക്കെ പോയി, എന്റെ പൊന്നുമോൻ ഒരാഴ്ച പോലും നീളൂല എന്ന് ഡോക്ടർ പറയുന്നു. ഉസ്താദെ എനിക്ക് അള്ളാഹു തന്നവൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയണില്ല. ഞാൻ 11 കൊല്ലം കരഞ്ഞ് ദുആ ചെയ്തത് എനിക്ക് അള്ളാഹു തന്നതാ. എന്റെ നാവ് കൊണ്ട് ഇവൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ കഴിയുന്നില്ല, കണ്ടിട്ട് സഹിക്കുന്നില്ല. ഉസ്താദെ നിങ്ങളൊന്ന് ദുആ ചെയ്യൂ, നിങ്ങളൊന്ന് ദുആ ചെയ്യൂ. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ പൊന്നുമോന്റെ മുഖത്തൊന്ന് നോക്കി, ആ പൊന്നുമോന്റെ മുഖത്ത് ഞാനൊന്ന് നോക്കി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്റെ മോനെ, എനിക്ക് പെട്ടെന്ന് എന്റെ മോൻ സിനാനിനെ ഓർമ്മ വന്നു. അല്ലാഹുവേ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാഹുവേ ആ മകൻ മരിച്ചോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാഹ്, ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് തന്ന മക്കൾ, അവർക്കൊക്കെ ഒരു പരിവന്ന നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയും. പിന്നല്ലേ മക്കള് മരിച്ചുപോയ. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കളിച്ച് ചിരിച്ച് കിടന്ന മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേടി സദസ്സിൽ ഒരുമിച്ച് കൂടി ആർക്കും നീ തരല്ലേ റബ്ബേ. അല്ലാഹുവേ, അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പലരും സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കിയവരുണ്ട്. ഇന്നലെ വാഴ്ന്നിന് പോയപ്പോ 33 വയസ്സുള്ള ഒരു സഹോദരൻ വാപ്പയും മകനും കൂടെ കല്യാണത്തിന് പോയി. വാപ്പയും മകനും കൂടെ കല്യാണത്തിന് പോയി ഒരുമിച്ചിരുന്ന് ചോറുണ്ടിട്ട് വാപ്പയും മകനും കൂടെ കയ്യിൽ പിടിച്ചിട്ട് തിരിച്ചു വരുമ്പോ അല്ലാഹുവേ റോഡിൽ വെച്ച് അറ്റാക്ക് വന്ന് മരിച്ചു. ഞാൻ ഇന്നലെ കണ്ട സഹോദരന്റെ വാപ്പാൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറയാ, അല്ലാഹു എന്നെ വെച്ചിട്ട് ഇവനെ മരിപ്പിച്ച് കളഞ്ഞല്ലോ ഉസ്താദ്. ഏറ്റവും വലിയ വേദന മക്കള് മരിക്കുക, മാതാപിതാക്കള് ജീവിച്ചിരിക്കൽ. അല്ലാഹു ഇത് വല്ലാത്തൊരു. അല്ലാഹു അങ്ങനെ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അല്ലാഹു നീ അവർക്ക് ക്ഷമ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ പടച്ചവനെ. സംഘാടകർ ബക്കറ്റില്ലേ? ഇപ്പൊ ബക്കറ്റുണ്ടോ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എടുത്തോ. ഇന്നത്തെ നിയ്യത്ത് നമ്മുടെ മക്കളുടെ ആയുസ്സിന് വേണ്ടി. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരരുത്. മാരക രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ ഉപ്പ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഉമ്മ എന്നെ കൊണ്ട് കഴിയണില്ല എന്ന് കരയുന്ന ഒരവസ്ഥ കാണാതിരിക്കാൻ ഒരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹീമായ അല്ലാഹ്, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, പടച്ചവനെ, ഈ 25 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന വിവാഹത്തിന് വേണ്ടിയാ തമ്പുരാനെ ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ ആരെല്ലാം സദക്ക കൊടുക്കുന്നുണ്ടോ പടച്ചവരെ, ഞങ്ങളുടെ മക്കൾക്ക് മാരക രോഗം തരല്ലേ അല്ലാഹ്. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത രോഗം തരല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. സ്വന്തം മക്കളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാഹ്. പടച്ചവനെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് സ്വന്തം മക്കള് വാപ്പ മരിക്കാൻ ദുആ ചെയ്യുന്ന ഒരവസ്ഥ വരെ ഈ സദക്ക കൊടുക്കുന്ന ഒരാളെയും നീ എത്തിക്കല്ല അല്ലാഹ്. എപ്പ എവിടെ വെച്ച് മരിച്ചാല് ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാഹ്. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക, വേറെ പിരിവൊന്നുമില്ല, വേറെ പിരിവൊന്നുമില്ല. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ താക്കീത്, നീ ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, 12 താക്കീതുകളുണ്ട്. 12 താക്കീതുണ്ട്. ഒരെണ്ണം പറഞ്ഞ് ഇപ്പൊ തന്നെ 11 മണിയായി, നിർത്താൻ സമയമായി. 11:30 വരെയാണ് ഞാൻ സമയം പറഞ്ഞിരിക്കുന്നത്. ഇരിക്കുവോ? ഇരിക്കാമോ? ഒരു അരമണിക്കൂറും കൂടി ഇരിക്കാമല്ലോ.
അരമണിക്കൂറും കൂടെ ഇരിക്കുമല്ലോ. ഉസ്താദ് വാക്കിയും കൂടെ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കി. പുറകെ ഇരിക്കുന്നവർക്കൊന്നും പൊങ്ങൂലായിരിക്കില്ലേ? പൈസ ചോദിക്കുമ്പോൾ ഇതുപോലൊന്ന് പൊക്കണം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ചെറിയൊരു പൈസ, ഞാനിങ്ങനെ 1 പവനും 2 പവനും എനിക്കിഷ്ടമല്ല, ഞാൻ ചെറുതേ ചോദിക്കത്തുള്ളൂ, അറിയാമല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചെയ്ത രണ്ടാമത്തെ താക്കീത് ഏതെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ താക്കീത് ഏതെന്നറിയുവോ? പൊന്നുമോനെ, പൊന്നുമോനെ, അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, എന്നെയും നിന്നെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല, തോന്നുന്നത് പോലെ ജീവിക്കാനല്ല, ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചുകൊണ്ട് നടക്കാനല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്, പടച്ചവനെ നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ താക്കീത്, 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ ചെറുപ്പക്കാരാ. 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ പൊന്നുമോര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മാലിക് ഇബ്നു ദിനാറിന്റെ സംഘാടകരോട് എനിക്ക് പറയാറുള്ളത്, വഅദ് നടത്തുന്നത് നല്ലതാ പൊന്നുപോരെ, 25 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നല്ലതാ പൊന്നുപോര്. പക്ഷേ ഈ വഅദിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നിസ്കാരമെങ്ങാടം നീ കളയാക്കിയാ, പൊന്നുമോനെ, പൊന്നുമോര്, അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാമെന്ന് നീ കരുതല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരോട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളോട് വിട പറയാ ദിവസങ്ങൾ മാത്രം, എന്റെ പ്രിയമുള്ളവരെ, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ 2016 നമ്മളോട് വിട പറഞ്ഞിട്ട് പുതുവർഷ പുലരിയും കാത്തിരിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, പൊന്നുമോളെ, നിസ്കരിക്കാ വല്ലാത്ത മടിയാടല്ലോ. 5 നേരം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാ മടിയാ. ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ, ടിവിയുടെ പെണ്ണിലിരുന്ന് സീരിയൽ കണ്ടിട്ട് വന്നവരുണ്ടല്ലോ. മറക്കല്ലേ പെണ്ണ്, മറക്കല്ലേ പെങ്ങളെ. എങ്ങനെ കഴിയുന്ന മോളെ, നിനക്കെങ്ങനെ കഴിയുന്ന മോളെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ കടന്നു വന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ റബീഉൽ അവ്വൽ. എല്ലാവരും ആഘോഷിച്ചല്ലോ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് റബീഉൽ അവ്വൽ ആഘോഷം, എന്റെ പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയാകാത്ത മക്കളാണ് നബിദിനം ആഘോഷിക്കേണ്ടത്, മറ്റുള്ളവർ ആഘോഷിക്കാനുള്ള ദിവസമല്ല. റബീഉൽ അവ്വൽ പ്രായപൂർത്തിയായവർക്ക് ആഘോഷത്തിന്റെ ദിവസമല്ല, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസമാ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസമാ. പ്രവാചകൻ പോയെങ്കിൽ പിന്നെ നമ്മളും പോകണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പോയെങ്കിൽ പിന്നെ നമ്മളാരാ? നമ്മളും പോകേണ്ടവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12 ഓർമ്മയുണ്ടോ? മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ വഫാത്തിന്റെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? മസ്ജിദ് നബവിയിൽ സുബ്ഹി ബാങ്ക് വിളിക്കുകയാണ്. റബീഉൽ അവ്വൽ 12 സുബ്ഹി ബാങ്ക് ബിലാൽ തങ്ങൾ മസ്ജിദ് നബവിയിൽ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ എല്ലാവരും പള്ളിക്കകത്തേക്ക് നിസ്കരിക്കാൻ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകർ നിസ്കരിക്കാൻ തുടങ്ങുമ്പോ അവിടെന്ന് പറയുന്നു, ആയിഷ, ആ കർട്ടനൊന്ന് മാറ്റുവോ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല അതാ വീടിന്റെ കർട്ടൻ അങ്ങോട്ട് മാറ്റുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ തന്റെ സഹാബത്ത് മുഴുവനും സുബഹി നിസ്കരിക്കുന്നത് നോക്കുകയാ. ഓരോ മനുഷ്യനും നിസ്കരിക്കുന്നത് നോക്കുകയാണ്. അവസാനം എല്ലാവരും അത്തഹിയ്യാത്തിലിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ,
കർട്ടന് തിരിച്ചുവിട് ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല കർട്ടൻ മറയ്ക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, രോഗിയായി കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പനി കൂടുകയാ. വീടിനകത്താണെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല ഫാത്തിമ ബീവി റളിയല്ലാഹു തആല രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരിക്കുകയാണ്. രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് രോഗം കൂടിയിട്ട് തളർന്നു പോയി. പ്രവാചകന് മയങ്ങിക്കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് മയങ്ങിക്കിടക്കുമ്പോ ആയിഷ ബീവിയും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. ആരോ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതില് തുറക്കുവോ, ഒന്ന് വാതില് തുറക്കുവോ. ആരോ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് വിളിച്ചു പറയുന്നു, മനുഷ്യ, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ചിട്ട് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല, പ്രവാചകന് മിണ്ടാ കഴിയുന്നില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാ വിളിച്ചു പറയുകയാ. കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ്. വാതില് തുറക്കാൻ പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിന്റെ പടിയിലൂടെ നോക്കുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ. ഫാത്തിമ ബീവി വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് പിന്നെ വരിക. കുറെ സമയം കഴിഞ്ഞിട്ട് മൂന്നാമതും സലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ വീടിന്റെ കവാടത്തിൽ വെച്ച് സലാം പറയുന്ന ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ, ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, വാപ്പാ, ആരെന്നറിയില്ല, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ. ഇന്ന് വരെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, വാതില് തുറക്ക് ഫാത്തിമ, വാതില് തുറക്ക് ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടം തുറക്കുകയാണ്. വീടിന്റെ കവാടം തുറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, അത് മലക്കുൽ മൗത്ത് അസ്റായീൽ, അത് അസ്റായീലാണ് ഫാത്തിമ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായീലിനെ കണ്ടിട്ട് ഫാത്തിമ ബീവി പോലും പേടിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീടിന്റെ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. ഫാത്തിമ ബീവി മാറി നിൽക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, അസ്റായീൽ, എന്നെ രോഗസന്ദർശനം നടത്താമെന്നതാണോ? അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, രോഗസന്ദർശനം നടത്താൻ അങ്ങ് അനുവാദം തന്ന റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, അസ്റായീൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒന്നാം ആകാശത്തിൽ നിന്ന് ജിബ്രീൽ കരയുന്നത് കണ്ട് നബിയേ,
എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റായി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, യാ ജിബ്രീൽ, ഞാൻ ചിരിച്ചപ്പോഴും ഞാൻ കരഞ്ഞപ്പോഴും എന്റെ സന്തോഷത്തിലും എന്റെ ദുഃഖത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ജിബ്രീൽ. എന്നെ യാത്രയാക്കാൻ എന്തേ നീ വരാത്തത്? എന്നെ യാത്രയാക്കാൻ ഈ അവസാന സമയത്ത് നീ എന്തേ വരാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് ജിബ്രീൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ, ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറ ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, മരിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ്, തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പെങ്ങാട് അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ ദാസന്മാര് തൗബ ചെയ്താൽ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, അസ്റായീൽ, റൂഹ് പിടിക്ക അസ്റായീൽ, റൂഹ് പിടിക്ക അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അവിടത്തെ കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ച് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അവിടുന്ന് പറയുന്നു, അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ, ഒരുപാട് പേരുടെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ, കൊച്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ, ഓരോ പ്രവാചകന്മാരുടെയും റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. പക്ഷേ ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇസ്രായീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നുരുളുകയാണ്. അല്ലാഹുവിന്റെ റസൂല്, എന്റെ പ്രിയമുള്ളവരെ, വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ആ സമയം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് തലയെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മടിയിൽ വെക്കുകയാണ്. പ്രവാചകന്റെ ശരീരം മുഴുവനും വിയർക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്തിരിപ്പുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം തുടച്ചു കൊടുത്തു. വേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ കടന്നു പുളയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് നൽകിയ മൂന്നാമത്തെ മുന്നറിയിപ്പാണ് സഹോദരാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബിയോട് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ. ഒന്ന് തയ്യാറെടുക്കണേ ആയിഷ, ഒന്ന് പരിശ്രമിക്കണേ ആയിഷ, ഒന്ന് ദുആ ചെയ്യണേ ആയിഷ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, കടന്നുരുളുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്താണ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി വീട്ടിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാണ്. ആ സമയത്ത് വീടിന്റെ കവാടത്തിൽ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി ആ സഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എന്റെ പെങ്ങളെ 18 വയസ്സുകാരി ആയിഷയ്ക്ക് മനസ്സിലാവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. ആയിഷ ബീവിക്ക് 18 വയസ്സാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല്ല് തേക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആയിഷയ്ക്ക് മനസ്സിലാകുമ്പോ അല്ലാഹുവേ പടച്ചവനെ മിസ്വാക്ക് വാങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. മിസ്വാക്ക് പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയുന്നില്ല. മരണവേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ കടന്ന് വേദന അനുഭവിക്കാൻ പറ്റാതെ കരയുകയാണ്. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല ആ മിസ്വാക്ക് വാങ്ങിയിട്ട് തന്റെ വായിൽ വെച്ച് കടിക്കുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്വന്തം വായിക്കകത്ത് വെച്ച് മിസ്വാക്ക് കടിച്ച് പാകമാക്കിയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ നെഞ്ചിലിങ്ങനെ ഭർത്താവിനെ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ. അല്ലാഹുവേ, റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്ത് വന്നു. ആ സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നില്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നില് അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തു മകനായ ഉസാമ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ വളർത്തു മകനാ, പ്രവാചകന്റെ വളർത്തു മകനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവേ മിസ്വാക്ക് പിടിക്കാൻ ഉയരാത്ത കൈയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, എപ്പോഴും നീ പറയാറുണ്ട് മരണവേദനയുടെ വേദനയും നൊന്താണ് എന്റെ പൊന്നു മക്കളെ ഞാൻ പ്രസവിച്ചതെന്ന്. പെങ്ങളെ, എന്റെ സഹോദരി, പ്രസവ വേദന ഏതാണെന്ന്, പ്രസവത്തിന്റെ വേദന എത്രയാണെന്ന് ലോകത്തോരാണിനും അറിയില്ല. എന്റെ പെങ്ങളെ, അത് അനുഭവിച്ച പെണ്ണിനല്ലാതെ ആ വേദനയെ കുറിച്ച് വേറെ ആർക്കും അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്ത് വന്നപ്പോ തന്റെ വളർത്തുമകൻ ഉസാമ റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീവി പറയുന്നുണ്ട്, പല്ല് തേക്കാൻ സ്വന്തം കൈ പൊങ്ങാത്ത നബി, വേദന സഹിക്കാൻ കഴിയാതെ കൈ പൊക്കാൻ കഴിഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂലിന്. ആ പ്രവാചകന് 2 കൈയും ഉയർത്തുകയാണ്. 2 കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ വളർത്തുമകൻ ഉസാമയോട് പറയുന്നു, ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ. മരണവേദന എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല ഉസാമ. അല്ലാഹു എന്നോട് കരുണ കാണിക്കാൻ, അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാൻ ഒന്ന് ദുആ ചെയ്യ് ഉസാമ. അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു പോയെങ്കില്, അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയെങ്കില്, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണല്ലോ. ആ ചിന്ത നിനക്കുണ്ടോ? ആ ചിന്ത നിനക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാമെന്ന് അസ്റായിലിനെ കണ്ടിട്ട് ഫാത്തിമ ബീവി പോലെ കരഞ്ഞു പോയെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കിൽ, അല്ലാഹുവേ, നമ്മുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ നബിദിനം ഇങ്ങനെ ആഘോഷിച്ച് തീർത്താ പോരല്ലോ.
ഓരോ നബിദിനവും ആഘോഷിച്ച് തീർത്താ പോരല്ലോ, അള്ളാന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള പെങ്ങളെ, പ്രസവ വേദന അറിഞ്ഞ നിനക്ക് എങ്ങനെയാ പെണ്ണ് ടിവിയുടെ പെണ്ണിലിരുന്ന് നിസ്കാരം കളയാക്കാൻ പറ്റുന്നത്? നീ അനുഭവിച്ചവളല്ലേ അല്ലാഹുവേ, നീ വേദന അനുഭവിച്ചവളാണ്. എന്നിട്ടും എങ്ങനെ കഴിയുന്നു പെണ്ണ് ടിവിയുടെ പെണ്ണിലിരിക്കാൻ? ഞങ്ങളാരും പ്രസവ വേദന അറിഞ്ഞിട്ടില്ല, അത്ര വലിയ വേദന ഒരാളും സഹിച്ചിട്ടില്ല. ഞങ്ങൾക്കറിയില്ലെന്ന് പറയാൻ പെണ്ണെ, അറിഞ്ഞ നിനക്കെങ്ങനെ കഴിയുന്നടി? 3ഉം 4ഉം പെറ്റ ഉമ്മ, നീ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് നിന്റെ ജീവിതം തുലയ്ക്കുകയല്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, 60 വയസ്സായിട്ട് ഒരു മനുഷ്യൻ നന്നായില്ലെങ്കിൽ പിന്നെ അവനെ നന്നാക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പറയുകയാ, വയസ്സ് കുറേയായി, പ്രായം കുറേയായി. ചില ഉപ്പമാരെ കണ്ടിട്ടില്ലേ, മുടിയെല്ലാം നരച്ച് രോഗിയായി മരണവും കാത്തിരുന്നു. എന്നാലും ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാത്ത ഉപ്പമാര്, പള്ളിയിൽ കേറാത്ത ഉപ്പമാര്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, 60 വയസ്സായിട്ട് നന്നാകാത്തവനെ അല്ലാഹ് പിന്നെ നന്നാക്കൂല. നീ വിചാരിക്കുന്നുണ്ടോ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ ഒന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാമെന്ന് നീ കരുതുന്നെങ്കിൽ നിനക്കതിന് കഴിയണ്ടേ വാപ്പാ? അള്ളാഹുവിന്റെ റസൂൽ അവസാനം റൂഹ് പിടിച്ച് തന്റെ തൊണ്ടയുടെ ഭാഗത്ത് വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അടുത്തിങ്ങനെ ചെവി കൊണ്ട് ചേർത്ത് വെച്ചപ്പോ അള്ളാന്റെ റസൂൽ അവസാനം നമ്മളോട് പറഞ്ഞത്, പൊന്നുമക്കളെ നിസ്കാരം മറക്കല്ലേ, 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ, അല്ലാഹ് നിന്നെ വെറുതെ വിടൂല ചെറുപ്പക്കാരാ. അല്ലാഹുവേ, റബീഉൽ അവ്വൽ മാസമായാൽ പോലും അല്ലാഹുവേ നിസ്കരിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മരിക്കുന്ന സമയത്തും അള്ളാന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തന്നത്, മോനെ 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ, അല്ലാഹ് നിന്നെ വെറുതെ വിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വാഴ്ന്നു നിർത്തുകയാ. നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ, നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. മരണവേദന വല്ലാത്ത വേദനയാ പെങ്ങളെ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ പോകുന്നവർക്കറിയാം, ചിലരുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ കാഷ്ടിച്ചിട്ടുണ്ടാകും മലമൂത്ര വിസർജനമല്ല. അങ്ങനൊരവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, അങ്ങനൊരവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ.